മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ പ്രമുഖ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളുടെ ആ സിദ്ധയായ അമ്മയുടെ പ്രവചനമൊക്കെ തെറ്റിച്ചുകൊണ്ട് കുഞ്ഞിന് ആപത്ത് സംഭവിക്കുന്ന എപ്പിസോഡ് തന്നെയാണ് ഇന്ന് വരാൻ പോകുന്നത്. എന്തായാലും പാലിൽ വിഷം ചേർത്ത് കൊടുത്തതിന് ശേഷം ജാനമ്മയ്ക്കാണെങ്കിൽ നല്ല സങ്കടമുണ്ട്. ഇന്ന് വരെ ഞാൻ ഇതുപോലെ ഒരു കുഞ്ഞിനെയും ഉപദ്രവിച്ചിട്ടില്ല, ആരും ഉപദ്രവിച്ചിട്ടില്ല. ഞാനൊരു ചെറിയ കുഞ്ഞിനോടാണല്ലോ തെറ്റ് ചെയ്തേക്കണേ. ഇനി ആ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ കുഞ്ഞിൻ്റെ പെറ്റമ്മയുടെയും പോറ്റമ്മയുടെയും കരച്ചിൽ ഞാൻ കാണണമല്ലോ ഭഗവാനെ, ആ കുഞ്ഞിനൊന്നും വരുത്തല്ലേ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് ജാനമ്മയുടെ മോൻ ഫോണിലേക്ക് വിളിക്കുന്നത്. ഫോൺ എടുത്ത് നോക്കിയതും ജാനമ്മയ്ക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. എന്നിട്ട് കോൾ അറ്റൻഡ് ചെയ്തതും മോൻ ഭയങ്കര സന്തോഷത്തിൽ തന്നെയാണ് ചോദിക്കുന്നത്, എന്തായി അമ്മയെ കാര്യങ്ങളൊക്കെ നടന്നോ എന്ന് ചോദിക്കുമ്പം എല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്, ആ കുഞ്ഞിന് ആ പാല് കൊടുത്തിട്ടുണ്ട്. അന്നേരം ഈ മോൻ പറയുന്നുണ്ട്, അമ്മ അതോർത്ത് ടെൻഷനാവുമൊന്നും വേണ്ട, ഇപ്പോഴൊന്നും കുഞ്ഞിനൊന്നും സംഭവിക്കില്ല, അമ്മ തിരിച്ച് വീട്ടിലെത്തിയതിന് ശേഷം ആ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിക്കുള്ളൂ, അതുകൊണ്ട് അമ്മയെ ആരും സംശയിക്കില്ല എന്ന് പറയുമ്പം ജാനമ്മ പറയുന്നുണ്ട്, എന്നെ ഇവർ സംശയിച്ചില്ലെങ്കിലും ദൈവം ഇതൊക്കെല്ലാം കാണുന്നുണ്ടല്ലോ എന്ന് പറയുമ്പം ദൈവം ഞങ്ങളുടെ കാര്യവും കാണാറുണ്ടായിരുന്നല്ലോ, ഞങ്ങളെ ഈ അവസ്ഥയിലാക്കിയതും ദൈവമല്ലേ, അപ്പം അമ്മ അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട, ഇവിടെ ഈ കുഞ്ഞിനെ സ്നേഹിക്കുന്ന രണ്ടമ്മമാരുണ്ടറ, അവരുടെ രണ്ടുപേരുടെയും കണ്ണീര് ഞാൻ കാണണ്ടേന്ന് ചോദിക്കുമ്പം അമ്മ അവരെ ഒന്നും സ്നേഹിക്കാൻ നിൽക്കണ്ട, അമ്മ ഇപ്പോൾ തൽക്കാലം അമ്മയുടെ മോനെയും മരുമോളെയും മാത്രം സ്നേഹിച്ചാൽ മതി, എന്തായാലും അമ്മ ഞാൻ പറഞ്ഞതുപോലെയൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടില്ലെന്ന് ചോദിക്കുമ്പം ഉവ്വാടാ ഞാൻ എല്ലാം ചെയ്തിട്ടുണ്ട്, നീ ഒന്ന് ഫോൺ വെച്ചിട്ട് പോയെന്നും പറഞ്ഞ് ജാനമ്മ ദേഷ്യത്തോടു കൂടി ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. ആ സമയത്താണെങ്കിൽ ജാനമ്മയുടെ മകൻ കാര്യം നടന്ന സന്തോഷത്തിൽ തന്നെ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. പിന്നീട് വേഗം ഫോണെടുത്ത് പ്രതാപനെ വിളിക്കുന്നുണ്ട്. പ്രതാപൻ ഫോണെടുത്തതും എന്താ എടാ കാര്യങ്ങളും എല്ലാം നടന്നോ എന്ന് ചോദിക്കുമ്പം എല്ലാം ശരിയായിട്ടുണ്ട് സാറേ, അമ്മ ആ വിഷം ചേർത്ത പാൽ ആ കുഞ്ഞിന് കൊടുത്തിട്ടുണ്ട്, ഇനി അധികം വൈകാതെ തന്നെ സാറിന് സന്തോഷ വാർത്ത കേൾക്കാൻ പറ്റും, അപ്പോൾ എങ്ങനെയാണ് സാറേ ബാക്കി പണം എപ്പോഴാണ് തന്നെയെന്ന് ചോദിക്കുമ്പം എന്തായാലും ഞാൻ കുറച്ച് രൂപ അഡ്വാൻസ് തന്നിട്ടുണ്ടായിരുന്നല്ലോ, ഇനി ആ കുഞ്ഞ് മരിച്ചു എന്ന് കേട്ട് കഴിഞ്ഞാൽ നീ എത്ര രൂപ ചോദിച്ചാലും ഞാൻ അത് അത്രയും നിനക്ക് തരും, എനിക്ക് കുഞ്ഞ് മരിച്ചു എന്ന് കേട്ടാൽ മതി. അന്നേരം അയാൾ ചോദിക്കുന്നുണ്ട്, സാറേ ഇതുകൊണ്ട് വലിയ പ്രശ്നമാവുമോ എന്ന് ചോദിക്കുമ്പോൾ എന്ത് പ്രശ്നമാടാ, ഇനിയിപ്പോൾ പ്രശ്നമായി ജയിലിൽ പോകേണ്ട വന്നാലും അത് നിൻ്റെ അമ്മയല്ലേ ജയിലിൽ പോണേ, വയസ്സാകാലത്ത് ഇപ്പോൾ അവർ ജയിലിൽ കിടന്നാലും നിനക്കെന്താ കുഴപ്പമെന്ന്. അന്നേരം അയാൾ പറയുന്നുണ്ട്, അതൊന്നും എനിക്ക് വിഷയമല്ല, എനിക്ക് എൻ്റെ ബാധ്യത തീരാനുള്ള പണം കിട്ടിയാൽ മതിയെന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ഉണ്ണിയും കരുണയും തോമസ് ഡോക്ടറെ കാണാനായിട്ട് ചെല്ലുന്ന സമയത്ത് ജയപാലനെ അവരെ കാണുന്നുണ്ട്. ജയപാലൻ വേഗം തന്നെ തോമസ് ഡോക്ടറോട് ചെന്നിട്ട് പറയുന്നുണ്ട്, ആ കണ്ണൻ സാറിൻ്റെ അനിയനും അവൻ്റെ ഭാര്യയും ഇങ്ങോട്ട് വരുന്നുണ്ട്. അന്നേരം തോമസ് ഡോക്ടർ ചോദിക്കുന്നുണ്ട്, അതെന്തിനാ അവരിപ്പോൾ എന്നെ കാണാൻ വരുന്നതെന്ന് ചോദിക്കുമ്പം അതറിയില്ല സാറേ, എന്തായാലും ആ കണ്ണൻ സാറിൻ്റെ അനിയൻ ഇപ്പോൾ വീൽ ചെയറിലാണ് വരുന്നത്, കാലൊക്കെ പ്ലാസ്റ്റ് ഇട്ട് വെച്ചിട്ടുണ്ട്. അന്നേരം തോമസ് ഡോക്ടർ പറയുന്നുണ്ട്, അത് ഞാൻ മറന്നുപോയി ജയപാല, അന്ന് മാർക്കോ പറഞ്ഞിരുന്നില്ലേ കണ്ണനെ കൊല്ലാൻ നോക്കിയിട്ട് അവൻ്റെ കാല് തല്ലി ഓടിച്ചു എന്ന്, അതായിരിക്കും അതിനുള്ള ചികിത്സയ്ക്ക് വേണ്ടി ആയിരിക്കും അവനും കൂടി വന്നേന്ന് പറയുമ്പം ജയപാലൻ പറയുന്നുണ്ട്, സാർ എന്തായാലും അതുപോലെയുള്ളവരെയൊന്നും ചികിത്സിക്കാതിരിക്കണേ നല്ലതെന്ന് പറയുമ്പോൾ അത് ജയപാലൻ പറയണത് നേരാ, പക്ഷേ നമ്മളുടെ അടുത്ത് ചികിത്സ തേടി വരുന്നവരെ നമുക്കങ്ങനെ മാറ്റി നിർത്താനൊന്നും പറ്റില്ല, അതിപ്പോൾ എത്ര ദുഷ്ടന്മാരാണെങ്കിലും നമ്മളവരെ ചികിത്സിച്ചേ പറ്റുള്ളൂ. ആ സമയത്ത് ജയപാലൻ എന്തായാലും അവർ സാറിനെ കാണാനായിട്ട് നിൽക്കുക, ഞാനും കൂടി വരാൻ പറയട്ടെ എന്ന് വയ്ക്കുമ്പം അവരെയും കൂടി പറഞ്ഞു വിടുന്നു പറയണു. അങ്ങനെ ഉണ്ണിയും കരുണയും കൂടി തോമസ് ഡോക്ടറെ കാണാൻ ചെന്നതും ഡോക്ടർ ചോദിക്കുന്നുണ്ട്, എന്തൊക്കെയുണ്ട് വിശേഷം, തൻ്റെ കാലിന് ഇതെന്താ പറ്റിയെന്ന് ചോദിക്കുമ്പം അത് സാറേ ആ മാർക്കോ എൻ്റെ കാല് തല്ലി ഓടിച്ചതാ, അതെന്തിനാ ഒരു കാര്യമില്ലാതെ തൻ്റെ കാല് മാർക്കോ തല്ലി ഓടിക്കണേന്ന് ചോദിക്കുമ്പം ഒരു കാര്യമില്ല സാറേ, വെറുതെ എന്നെ പിടിച്ചുകൊണ്ട് എൻ്റെ കാല് തല്ലി ഓടിക്കുമായിരുന്നു എന്ന് പറഞ്ഞതും തോമസ് ഡോക്ടർ പറയുന്നുണ്ട്, താൻ പറയുന്നത് നുണയാന്ന് എനിക്കറിയാം, താൻ കണ്ണനെ കൊല്ലാൻ നോക്കിയിട്ടല്ലേ മാർക്കോ അങ്ങനെ ചെയ്തത്, എന്തായാലും കണ്ണൻ നിൻ്റെ സ്വന്തം ചേട്ടനല്ലേ, എന്നിട്ടും സ്വത്തിനും പണത്തിനും വേണ്ടി നീ എന്തിനാ കണ്ണനെ കൊല്ലാൻ നോക്കണേന്ന് ചോദിക്കുമ്പം ഉണ്ണിയാണെങ്കിൽ ആകെ നാണം കെട്ടതുപോലെ ഇരിക്കുന്നുണ്ട്. ആ സമയത്ത് കരുണ പറയുന്നുണ്ട്, ഇല്ല ഡോക്ടറെ, ഉണ്ണിയേട്ടനൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയുമ്പം നീ ആ പ്രതാപൻ്റെ മകളല്ലേ, നിന്നെ വളർത്തിയതും വലുതാക്കിയതും ആ പ്രതാപനും പ്രതാപൻ്റെ അമ്മയും ചേർന്നതല്ലേ, നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുള്ളൂ, എന്തായാലും നീയും നിൻ്റെ ഭർത്താവും ചേർന്ന് കണ്ണനെയും മഹാലക്ഷ്മിയെയും ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട്, അന്ന് തന്നെ മഹാലക്ഷ്മിയെ സ്റ്റെപ്പിൽ നിന്ന് തള്ളിയിട്ടവളല്ലേ നീ, പിന്നീട് നീ വലിയ വർത്താനമൊന്നും പറയണ്ടെന്ന് പറയുമ്പം കരുണയാണെങ്കിൽ ആകെ അടി കൊണ്ടതുപോലെ ആകുന്നുണ്ട്. എന്നിട്ട് ഉണ്ണി പറയുന്നുണ്ട്, ഡോക്ടറെ എനിക്ക് ഒരുപാട് തെറ്റുകളൊക്കെ പറ്റി, പക്ഷേ ഇപ്പം ഞാൻ ആ രീതിയിലൊന്നും അല്ല ചിന്തിക്കണേ, എന്തായാലും ഡോക്ടർ എന്നെ ചികിത്സിക്കണമെന്ന് പറയുമ്പം തോമസ് ഡോക്ടർ പറയുന്നുണ്ട്, നിങ്ങളിപ്പോൾ എന്ത് തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞാലും എൻ്റെ മുന്നിൽ ചികിത്സ ചോദിച്ചു വരുന്നവരെ ഞാൻ ചികിത്സിക്കാതെ മടക്കി അയക്കാറില്ല, എന്തായാലും ഞാൻ തന്നെ ഒന്ന് പരിശോധിച്ച് നോക്കട്ടെ വാന്നും പറഞ്ഞുകൊണ്ട് വിളിച്ചു കൊണ്ടുപോകുന്നുണ്ട്. എന്നിട്ട് ഉണ്ണിയെ അവിടെ കിടത്തി കാലൊക്കെ പിടിച്ച് പരിശോധിച്ച് നോക്കിയിട്ട് ഡോക്ടർ പറയുന്നുണ്ട്, നിലവിൽ തനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല, അധികം വൈകാതെ തന്നെ തനിക്ക് എഴുന്നേറ്റ് നടക്കാൻ പറ്റും, എന്തായാലും പ്ലാസ്റ്റ് വെട്ടണ വരെയും ഇനി കിടന്നാൽ മതി എന്ന് പറയുമ്പോൾ ഉണ്ണി പറയുന്നുണ്ട്, എനിക്കിപ്പോഴാണ് സമാധാനമായത്, ഈ ഇരിപ്പിരുന്ന് ഞാൻ മടുത്തു, ഇനി എനിക്ക് എഴുന്നേറ്റൊന്ന് നടന്നാൽ മതി എന്ന് പറയുമ്പോൾ തോമസ് ഡോക്ടർ പറയുന്നുണ്ട്, എഴുന്നേറ്റ് നടന്നിട്ട് എന്തിനാ, തനിക്കും തൻ്റെ അമ്മായപ്പനും ഭാര്യയ്ക്കും കൂടി കണ്ണനെയും മഹാലക്ഷ്മിനെയും അവരുടെ കുഞ്ഞിനെയും കൊല്ലാൻ നോക്കാൻ
നോക്കാനാണോ എന്ന് ചോദിക്കുമ്പോൾ പ്രതാപൻ പറയുന്നുണ്ട്, ഇല്ല ഡോക്ടറെ, ഇനി ഞാൻ അങ്ങനെയൊന്നും ചിന്തിക്കുന്നില്ല. ഇതിനു മുമ്പ് പല പ്രാവശ്യം ഞാൻ അതുപോലെയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പം ഞാൻ പുതിയൊരു മനുഷ്യനാണ് ഡോക്ടറെ. സമയത്ത് ഡോക്ടർ പറയുന്നുണ്ട്, നിങ്ങളെയൊന്നും എനിക്കൊരു വിശ്വാസവുമില്ല, നിങ്ങളൊരിക്കലും മാറാനും പോകുന്നില്ല. പിന്നെ നിങ്ങൾ മര്യാദയ്ക്ക് ജീവിച്ചാൽ നിങ്ങൾക്ക് തന്നെ കൊള്ളാം, അല്ലെങ്കിൽ മാർക്കോയുടെ കൈക്ക് പണിയാവും. ഇപ്പം തന്നെ മാർക്കോ ഇവൻ്റെ ഒരു കാലേ തല്ലി ഓടിച്ചോളൂ. ഇനിയും കണ്ണനെ മഹാലക്ഷ്മിയെ ഉപദ്രവിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ആരാണോ ശ്രമിക്കണേ അവരെ മാർക്കോ വീൽ ചെയറിൽ നിന്നും എഴുന്നേറ്റ് നടക്കാൻ സമ്മതിക്കൂല. ജീവിതകാലം മുഴുക്കെ അവരെ വീൽ ചെയറിലിരുത്തും. അത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവണം. ആ സമയത്ത് ഈ കരുണയ്ക്കും ഉണ്ണിക്കൊക്കെ നല്ല ദേഷ്യം വരുന്നുണ്ടെങ്കിലും മറുപടിയൊന്നും പറയാതെ ഇങ്ങനെ മിണ്ടാതെ നിൽക്കുന്നുണ്ട്. പിന്നീട് തോമസ് ഡോക്ടർ നേരെ പോകുന്നത് ഈ മേഘനാഥനെ പരിശോധിക്കാനാണ്. മേഘനാഥനെ മൊത്തത്തിൽ പരിശോധിച്ച് നോക്കിയിട്ട് ഡോക്ടർ പറയുന്നുണ്ട്, തനിക്ക് ചെറിയ മാറ്റമൊക്കെ ഉണ്ട്, കുറച്ച് ദിവസം കൊണ്ട് തന്നെ താൻ ഇതിൽ നിന്നും പൂർണ്ണമായിട്ടും റിക്കവറായി എഴുന്നേറ്റ് നടക്കാനാവുന്നു. അത് കേട്ടതും മേഘനാഥന് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. ഈ സമയം വാമദേവൻ ചോദിക്കുന്നുണ്ട്, ഡോക്ടറെ, ഈ മേഘന് ശരിക്കും എഴുന്നേറ്റ് നടക്കാൻ പറ്റുമോ ഡോക്ടറെ എന്ന് ചോദിക്കുമ്പം അതെന്താ താൻ അങ്ങനെ ചോദിക്കണേ? അതല്ല ഡോക്ടറെ, കുറേ നാളായില്ലേ ഇവനിങ്ങനെ കിടന്നപടി കിടക്കണു, അതുകൊണ്ട് ഞാൻ ചോദിച്ചതാ. എൻ്റെ പ്രതീക്ഷയെല്ലാം നഷ്ടപ്പെട്ടു എന്ന് പറയുമ്പം ഡോക്ടർ പറയുന്നുണ്ട്, പ്രതീക്ഷ നഷ്ടപ്പെടേണ്ട കാര്യമൊന്നുമില്ല, അധികം വൈകാതെ തന്നെ മേഘനാഥനെ എഴുന്നേറ്റ് നടക്കും. പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, മേഘനാഥനെ എഴുന്നേറ്റ് കഴിയുമ്പം നിങ്ങളെല്ലാവരും ചേർന്ന് കണ്ണനെ മഹാലക്ഷ്മിയെ ഉപദ്രവിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ മേഘനാഥൻ്റെ അവസ്ഥ വീണ്ടും ഇതിലും മോശമാവും. അത് ഞാൻ ഇപ്പോഴേ പറഞ്ഞേക്കാം. മാർക്കോയുടെ കൈ ചെന്ന് പെട്ടിട്ടുണ്ടെങ്കിൽ മാർക്കോ ഇവനെ വെറുതെ വിടാനൊന്നും പോകുന്നില്ല. ആ സമയത്ത് ഈ വാമദേവൻ പറയുന്നുണ്ട്, ഇല്ല ഡോക്ടറെ, ഇനി ഞാൻ ഒരു കുഴപ്പത്തിനും പോവില്ല, അതുപോലെ മേഘനും ഒരു കുഴപ്പത്തിനും പോവാതെ ഞാൻ നോക്കിക്കോളാം എന്ന് പറയുമ്പോൾ തോമസ് ഡോക്ടർ പറയുന്നുണ്ട്, നിങ്ങൾ കുഴപ്പത്തിനൊന്നും പോവാതിരുന്നാൽ നിങ്ങൾക്ക് തന്നെ കൊള്ളാം, ഇല്ലെങ്കിൽ നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതം വെറുതെ ആയി പോകുന്നു. അങ്ങനെ തോമസ് ഡോക്ടർ പോകുന്നതും ജയപാലൻ വന്നിട്ട് ഡോക്ടറോട് പറയുന്നുണ്ട്, ഡോക്ടറെ, എല്ലാ വിഷജന്തുക്കളും ഇപ്പോൾ ഒരുമിച്ച് ഇവിടെ എത്തിയിട്ടുണ്ടല്ലോ. അന്നേരം ഡോക്ടർ പറയുന്നുണ്ട്, ഇവിടെ കിടന്നുകൊണ്ട് ഗൂഢാലോചന നടത്താനായിരിക്കും, എന്തായാലും അവരുടെ ലക്ഷ്യം ഇപ്പോഴും കണ്ണനെയും മഹാലക്ഷ്മിയും തകർക്കുക എന്നുള്ളത് മാത്രമാണ്. അന്നേരം ജയപാലൻ പറയുന്നുണ്ട്, ഇവരൊക്കെ ഒരു മനുഷ്യന്മാരാണോ? എത്രയോ പ്രാവശ്യം ആ കണ്ണൻ സാറിനെയും മഹാലക്ഷ്മിയെ ഇവർ കൊല്ലാൻ നോക്കി, അതിൽ നിന്നെല്ലാം അവർ രക്ഷപ്പെട്ടു, എന്നിട്ടും വീണ്ടും വീണ്ടും ഇവരവരെ കൊല്ലാനാണോ നടക്കണേന്ന് പറയുമ്പം തോമസ് ഡോക്ടർ പറയുന്നുണ്ട്, ഇവരെന്ത് ചെയ്താലും കണ്ണനും മഹാലക്ഷ്മി ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അതുമാത്രമല്ല, അവർക്ക് ദൈവാനുഗ്രഹം ഉള്ളവരാ, അതുപോലെ തന്നെ അവർക്ക് ജനിച്ചിരിക്കുന്ന കുഞ്ഞും ദൈവത്തിൻ്റെ അവതാരം തന്നെയാണ്. അതുകൊണ്ട് ആ കുഞ്ഞിനെയും ഇവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇവരവരെ ഉപദ്രവിക്കാൻ ശ്രമിക്കും തോറും ഇവർക്ക് തിരിച്ചടി കിട്ടുള്ളൂ എന്ന്. സമയം നമ്മളുടെ വാമദേവനാണ് ഈ മേഘനാഥനോട് പറയുന്നുണ്ട്, എടാ മേഘ, നമ്മൾ രക്ഷപ്പെട്ടു, നീ ഒന്ന് എഴുന്നേറ്റിട്ട് വേണം ആ കണ്ണനും മഹാലക്ഷ്മിക്കും ഉള്ള തിരിച്ചടി നമുക്ക് കൊടുക്കാൻ. എന്തായാലും ഞാൻ ജയിലിലേക്ക് പോകേണ്ട വരുമായിരിക്കും, എന്നാലും ആ കണ്ണനും മഹാലക്ഷ്മിയും സമാധാനമായിട്ട് ജീവിക്കരുതടാന്ന്. ആ സമയം മേഘനാഥനാണെങ്കിൽ ഇങ്ങനെ സമ്മതം എന്നുള്ള രീതിയിൽ തലയാട്ടുന്നുണ്ട്. അത് കണ്ടതും വാമദേവനക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ കരുണേനെയും പ്രതാപനെയാണ്. കരുണ പ്രതാപനോട് ചോദിക്കുന്നുണ്ട്, എന്തായി അച്ഛാ, അച്ഛൻ്റെ പുതിയ പ്ലാൻ വിജയിച്ചോ എന്ന് പറയുമ്പം അത് ഏകദേശം വിജയിച്ച മട്ടാ മോളെ, എന്തായാലും നീ തൽക്കാലം ഇത് ഉണ്ണിയോടൊന്നും പറയാൻ നിൽക്കണ്ട. അവരാ കുഞ്ഞിന് വിഷം ചേർത്ത പാല് കൊടുത്തിട്ടുണ്ട്, കുഞ്ഞ് നല്ലോണം കുടിച്ചിട്ട് ഉറങ്ങിയെന്നാണ് പറഞ്ഞ്. അപ്പോൾ ആ കുഞ്ഞ് മരിച്ചില്ലേ എന്ന് ചോദിക്കുമ്പം കുഞ്ഞ് മരിക്കാൻ കുറച്ച് സമയം എടുക്കും, എന്തായാലും പെട്ടെന്നൊന്നും മരിക്കില്ല, കുറച്ച് സമയത്തിനകം നമുക്ക് ആ ദുഃഖവാർത്ത കേൾക്കാൻ പറ്റുമെന്ന്. അന്നേരം കരുണ ചോദിക്കുന്നുണ്ട്, അച്ഛൻ എന്താ പറയണത്, ദുഃഖവാർത്തയോ? അല്ല മോളെ, നമുക്ക് സന്തോഷ വാർത്തയാണ്, പക്ഷെ അത് ലക്ഷ്മിക്കും കണ്ണനും ദുഃഖവാർത്തയാണല്ലോ എന്ന്. എന്തായാലും അത് നടന്നതിന് ശേഷം നമ്മൾ സന്തോഷിച്ചാൽ മതി എന്നും പറഞ്ഞുകൊണ്ട് പ്രതാപൻ അങ്ങോട്ട് പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ മഹാലക്ഷ്മിനെ ലേഖേനെയാണ്. മഹാലക്ഷ്മി ലേഖയും കുഞ്ഞിൻ്റെ അടുത്തിരുന്നിട്ട് കുഞ്ഞിങ്ങനെ ഉറങ്ങണം നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ സമയത്ത് ലേഖ പറയുന്നുണ്ട്, ജാനമ്മ പാല് കൊടുത്ത് കിടത്തിയതിന് ശേഷം കുഞ്ഞ് ഇതുവരെയും എഴുന്നേറ്റിട്ടില്ലല്ലോ മഹി എന്ന് ചോദിക്കുമ്പോൾ അത് കുഞ്ഞിന് അന്നേരം നല്ലോണം വിശന്ന് കാണും ലേഖ. അപ്പോൾ വയറ് നിറച്ച് പാല് കുടിച്ചതും അവൾ ഉറങ്ങണയായിരിക്കും. എന്തായാലും നമ്മളിപ്പോൾ എഴുന്നേൽപ്പിക്കാൻ നോക്കണ്ട, കുഞ്ഞ് കിടന്ന് ഉറങ്ങിക്കോട്ടെ എന്ന്. ആ സമയത്ത് ഇത് കേട്ടങ്ങോട്ട് വരുന്ന ജാനമ്മയ്ക്കാണെങ്കിൽ ആകെ പേടിയാവുന്നുണ്ട്. അവൻ പറഞ്ഞത് കുഞ്ഞിന് രാത്രി ആയാലേ എന്തെങ്കിലും സംഭവിക്കുകയുള്ളൂ എന്നാലോ, പക്ഷേ പാല് കുടിച്ച് കിടന്നുറങ്ങിയ കുഞ്ഞ് ഇതുവരെയും എഴുന്നേറ്റിട്ടുമില്ല, ഒന്ന് അനങ്ങിയിട്ട് പോലുമില്ല. ഇനിയിപ്പോൾ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചു കാണുമോ എൻ്റെ ഭഗവാനെ? എന്നാലും എന്നെയും കൊണ്ട് എന്തിനാ ഭഗവാനെ ഈ ഒരു തെറ്റ് ചെയ്യിപ്പിച്ചത്? ഞാൻ ഒരിക്കലും ചെയ്യണമെന്ന് ആഗ്രഹിച്ച തെറ്റല്ല. ആ അമ്മമാർ രണ്ടും ആ കുഞ്ഞിനെ ജീവനെ പോലെ സ്നേഹിക്കണേ. ആ കുഞ്ഞ് മരിച്ചു കഴിഞ്ഞാൽ ആ അമ്മമാർ ഇതെങ്ങനെ സഹിക്കും ഭഗവാനെ? ആ കുഞ്ഞിനൊന്നും വരുത്തല്ല ഭഗവാനെ എന്നൊക്കെ പറഞ്ഞ് ആ ജാനമ്മ അവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. ഇതേസമയം ലേഖ മഹാലക്ഷ്മിയോട് പറയുന്നുണ്ട്, മഹി, നമുക്ക് കുഞ്ഞിനെ ഒന്ന് എടുത്താലോ, ഒരുപാട് സമയമായില്ലേ ഉറങ്ങണമെന്ന് പറയുമ്പം, എന്നാൽ ലേഖ കുഞ്ഞിനെ ഒന്ന് എടുത്ത് നോക്ക്. അങ്ങനെ ലേഖ കുഞ്ഞിനെ എടുത്തതും കുഞ്ഞാണെങ്കിൽ ഒരനക്കവും ഇല്ലാത്ത രീതിയിലാണ്
തന്നെയാണ് കിടക്കണേ. ആ സമയത്ത് ലേഖ പറയുന്നുണ്ട്, മഹി കുഞ്ഞ് ഒന്നും അനങ്ങണില്ലല്ലോ മഹി, ഇവൾക്കൊരു അനക്കവും ഇല്ലല്ലോ, അല്ലെങ്കിൽ നമ്മൾ എടുക്കുമ്പോൾ തന്നെ കുഞ്ഞ് ഉറക്കത്തിൽ നിന്ന് ഉണരുന്നതല്ലേ എന്ന് ചോദിക്കുമ്പം ചിലപ്പോൾ കുഞ്ഞ് നല്ല ഉറക്കമായിരിക്കും ലേഖ, അതുകൊണ്ടായിരിക്കും, വേറെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞതും ലേഖ പറയുന്നുണ്ട്, ഇല്ല മഹി കുഞ്ഞിന് എന്തോ കുഴപ്പമുണ്ട്, കുഞ്ഞ് യാതൊരു രീതിയിലും പ്രതികരിക്കണില്ലല്ലോ എന്ന് പറഞ്ഞതും ഈ ജാനമ്മയാണെങ്കിൽ അത് കേട്ട് ആകെ ഇങ്ങനെ ഷോക്കായ പോലെ നിൽക്കുന്നുണ്ട്. ഇതേ സമയം നമ്മളുടെ സിദ്ധയായ അമ്മ ധ്യാനത്തിൽ നിന്നും കണ്ണ് തുറക്കുന്നുണ്ട്. കണ്ണ് തുറന്നതും മാർക്കോ ചോദിക്കുന്നുണ്ട്, എന്തായി അമ്മേ, കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചോ എന്ന് ചോദിക്കുമ്പം ചെറിയൊരു പ്രശ്നമുണ്ട് മാർക്കോ, നീ എത്രയും പെട്ടെന്ന് അനന്തുവിൻ്റെ വീട്ടിലെത്തണമെന്ന്. ആ സമയത്ത് മാർക്കോ ചോദിക്കുന്നുണ്ട്, എന്താ അമ്മേ എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പം നീ എത്രയും പെട്ടെന്ന് അനന്തുവിൻ്റെ വീട്ടിലെത്തണം, അവിടെ നിന്നെ ആവശ്യമുള്ളവരുണ്ടെന്ന്. അത് കേട്ടതും മാർക്കോ ചോദിക്കുന്നുണ്ട്, അമ്മയെ കുഞ്ഞിന് എന്തെങ്കിലും ആപത്ത് സംഭവിച്ചോ എന്ന് ചോദിക്കുമ്പം ചെറിയൊരു ആപത്തിലാണ് കുഞ്ഞിപ്പോൾ, എന്തായാലും നീ വേഗം അങ്ങോട്ട് ചെല്ലുമെന്ന് പറയണു. അങ്ങനെ മാർക്കോ വേഗം തന്നെ ബുള്ളറ്റ് എടുത്തുകൊണ്ട് അനന്തുവിൻ്റെ വീട്ടിലോട്ട് പോകുന്നുണ്ട്. ഇതേ സമയം നമ്മളുടെ ലേഖ കുഞ്ഞിനെ കുളിക്ക് വിളിച്ചിട്ടും കുഞ്ഞാണെങ്കിൽ എഴുന്നേക്കണില്ല. ആ സമയത്ത് മഹാലക്ഷ്മിയോട് പറയുന്നുണ്ട്, മഹി നോക്കിക്കേ മോളെ ഞാൻ എത്ര വിളിച്ചിട്ടും മോളെ ഉണരുന്നില്ല എന്ന് പറഞ്ഞതും മഹാലക്ഷ്മി ഒന്ന് കുഞ്ഞിനെ എടുക്കുന്നുണ്ട്. കുഞ്ഞിനെ എടുത്തതും മഹാലക്ഷ്മിക്കും എന്തൊക്കെയോ സംശയങ്ങൾ തോന്നുന്നുണ്ട്. എന്നിട്ട് മഹാലക്ഷ്മി പറയുന്നുണ്ട്, ലേഖ പറഞ്ഞത് നേരാ, കുഞ്ഞിനൊരു അനക്കവും ഇല്ലല്ലോ ലേഖ, ഞാൻ പറഞ്ഞില്ലേ മഹി കുഞ്ഞ് വെറുതെ ഉറങ്ങണതൊന്നും അല്ല, കുഞ്ഞിന് എന്തോ കുഴപ്പം സംഭവിച്ചിട്ടുണ്ടെന്ന്. ഇത് കേട്ടതും നമ്മളുടെ ജാനമ്മ അങ്ങോട്ട് ഓടി വരുന്നുണ്ട്. ജാനമ്മ വന്നിട്ട്, എന്താ മക്കളെ എന്താ കുഞ്ഞിന് പറ്റിയെന്ന് ചോദിക്കുമ്പം ജാനമ്മ കുഞ്ഞ് വിളിച്ചിട്ട് എഴുന്നേൽക്കുന്നില്ല, കുഞ്ഞ് കുറേ സമയമായില്ല ഉറങ്ങണു, ഇതുവരെയും കുഞ്ഞിനൊരനക്കവും ഇല്ല എന്ന് പറയണു. അത് കേട്ടതും ജാനമ്മയാണെങ്കിൽ നെഞ്ചത്ത് കൈ വെച്ചുകൊണ്ട്, എൻ്റെ ഭഗവാനെ എന്തൊക്കെ പരീക്ഷണങ്ങളാണ് ഇതൊന്നും പറഞ്ഞിങ്ങനെ കരയണ സമയത്ത് മഹാലക്ഷ്മി ആണെങ്കിൽ ജാനമ്മയെ കുഞ്ഞിനൊരനക്കവും ഇല്ലല്ലോ, എൻ്റെ കുഞ്ഞിന് എന്താ പറ്റിയെന്നൊക്കെ ചോദിച്ചിങ്ങനെ കരയുമ്പം ലേഹയും അതിൻ്റെ കൂടെ തന്നെ കരയുന്നുണ്ട്. ഇതേ സമയം ഇവരുടെ രണ്ടുപേരുടെയും കരച്ചിൽ കേട്ടിട്ട് അനന്തു അങ്ങോട്ട് ഓടി വരുന്നുണ്ട്. എന്താ പറ്റിയേ, നിങ്ങൾ എന്തിനാ ഇങ്ങനെ കരയണേ, കുഞ്ഞിന് എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പം അത് അനന്തുവേട്ടാ കുഞ്ഞിനൊരനക്കവും ഇല്ല, അനന്തോട്ടനൊന്ന് നോക്കിയെന്ന് പറയണു. ആ സമയം അനന്തു ആണെങ്കിൽ കുഞ്ഞിനെ എടുത്ത് നോക്കിയതും കുഞ്ഞ് ഒരനക്കവും ഇല്ലാതെ മരിച്ച രീതിയിൽ കിടക്കുന്നുണ്ട്. അത് കണ്ടതും മോൾക്ക് ഒരനക്കവും ഇല്ലല്ലോ ലേഹയെ, മോൾക്ക് എന്താ സംഭവിച്ചതെന്ന് ഇങ്ങനെ ചോദിച്ചതും നമ്മളുടെ ലേഹയെ മഹാലക്ഷ്മി ആണെങ്കിൽ പേടിയോടുകൂടി ഇങ്ങനെ നോക്കുന്ന ആ ഒരു സീനിലാണ് കേട്ടോ ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. എന്തായാലും കുഞ്ഞിനൊന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല, കാരണം മാർക്കോ അപ്പോഴേക്കും ഇവിടെ എത്തുകയും ചെയ്യും, കുഞ്ഞിനെ മാർക്കോ ആപത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുകയും ചെയ്യും. അതുപോലെ തന്നെ ഈ കുഞ്ഞിനെ കൊല്ലാൻ ശ്രമിച്ച ജാനമ്മയ്ക്കും ജാനമ്മയുടെ മോനുക്കും ആ സിദ്ധയായ അമ്മ തന്നെ നല്ല തിരിച്ചടി കൊടുക്കുന്ന എപ്പിസോഡാണ് ഇനി വരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടൊക്കെ കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.